ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഓണസദ്യയിലെ ഏറ്റവും പ്രധാന ഇനമായ പുളിയിഞ്ചിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുളിയിഞ്ചിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ, എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നോക്കൂ. അതിനായിട്ട് ഇവിടെ ഒരു 100 ഗ്രാം ഇഞ്ചിയാണ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 2 പച്ചമുളകും കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് ശർക്കര പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത്. ആദ്യം നമുക്ക് ശർക്കരയൊന്ന് പാനിയാക്കി വെക്കാം. ശർക്കര ഉരുക്കാനായിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഉരുകി വരട്ടെ. ഉരുകി ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി കിട്ടണം കേട്ടോ. അപ്പോൾ അതുവരെ ഒന്ന് കുറുക്കിയെടുക്കാം. ശർക്കരയൊക്കെ ഉരുക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് ഒരു ചെറിയ ചട്ടി അടുപ്പിൽ വെച്ച് കുറച്ച് നല്ലെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് 2-3 ഉണക്കമുളക് രണ്ടായിട്ട് കീറിയത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. മുളകൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്ത് കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്താൽ ചെറുതായിട്ട് കിട്ടുകയും ചെയ്യും, പെട്ടെന്ന് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. അങ്ങനെ ചോപ്പ് ചെയ്തെടുത്തതാണ്. അത് എണ്ണയ്ക്കകത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലൊരു മണമൊക്കെ വരും. അതുവരെ ഒന്ന് എണ്ണയിലൊന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. നല്ലൊരു മണമൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞില്ലേ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റാം. പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഒന്ന് വഴന്ന് വരട്ടെ. ഇതെല്ലാം ഒന്ന് വഴന്ന് നല്ലൊരു മണമൊക്കെ വരും കേട്ടോ. ആ സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ പൊടികൾ ചേർക്കാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ് 1.5 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. ചിലർ മല്ലിപ്പൊടി ചേർക്കത്തില്ല കേട്ടോ, പക്ഷേ ഞാനിവിടെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് അരപ്പൊക്കെ ഒന്ന് മൂത്ത് വരണം കേട്ടോ. മൂത്തൊരു മണമൊക്കെ വരും. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു ചെറിയ തീയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. മൂത്ത് വന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളി ഉണ്ടല്ലോ, ആ പുളിവെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് ഇതൊന്ന് കുറച്ച് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം, വറ്റി വരട്ടെ. മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഒന്ന് തുറന്ന് നോക്കി. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ കുറേ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് വെക്കാം. നല്ല കറുത്ത ശർക്കരയായിരുന്നു കേട്ടോ, അതുകൊണ്ട് നല്ല നിറമുണ്ട്. ശർക്കരയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും മൂടി വെച്ച് നമുക്കിത് ഒന്ന് കുറുക്കിയെടുക്കണം. ഇഞ്ചിക്കറിയുടെ ഒരു പരുവുണ്ടല്ലോ, നമ്മൾ ഇലയിൽ ഒഴിച്ചാൽ ഒഴുകി പോകാത്തതുള്ള ആ പരുവത്തിൽ നമുക്ക് ഒന്ന് കുറുക്കിയെടുക്കാം. ഇപ്പോൾ ഒന്ന് കുറേ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ, എന്നാലും കുറച്ചും കൂടെ കുറുകാനുണ്ട്. ഈ സമയത്ത് 1-2 ഐറ്റംസ് കൂടെ ചേർക്കാനുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കായപ്പൊടിയും. ഇത് രണ്ടും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു 3-4 മിനിറ്റും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടെ ഒന്ന് കുറുകി വരട്ടെ. നമ്മൾ ഇലയിൽ ഒഴിച്ചാൽ അത് അവിടെ തന്നെ നിൽക്കണം, ഒഴുകിപ്പോകരുത്. അപ്പോൾ ആ പരുവത്തിൽ വേണം ഇത് കുറുക്കിയെടുക്കാനായിട്ട്. മൂടി വെച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്, കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇത് ഈ ചട്ടിയിലിരുന്ന് തന്നെ ഒന്നും കൂടെ ഒന്ന് കുറുകി കിട്ടും കേട്ടോ. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുളി ഇഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഓണത്തിന് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
അതോടൊപ്പം തന്നെ ഹൈ പൊടിച്ചത്. ഓക്കെ, താങ്ക് യു.